ഹായ് നമസ്കാരം. പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കുഴുവേലിപ്പടിയിലുള്ള ഒരു ലക്ഷറി വീടിന്റെ വിശേഷങ്ങളാണ്. നല്ലൊരു വില്ല പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട് വരുന്നത് ഏകദേശം 7 സെന്റ് സ്ഥലത്ത് 3300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിലാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കൊളോണിയൽ ടൈപ്പ് എലിവേഷൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ദിശയിലേക്കാണ്. 100% വാസ്തുശാസ്ത്രപ്രകാരം ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 8 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഏകദേശം 9 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററും കളമശ്ശേരിയിലേക്ക് ഏകദേശം 7 കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 3 വീടുകളാണ് ഈ ഒരു പ്രൊജക്റ്റിൽ സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടിരിക്കുന്നത്. 5 മീറ്റർ വൈഡായിട്ടുള്ള ഇന്റേണൽ റോഡുകളാണ് ഈ ഒരു പ്രൊജക്റ്റിനായിട്ട് നൽകിയിരിക്കുന്നത്. കൂടാതെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഫ്ലഡ് ബാധിക്കാത്ത വളരെ മനോഹരമായിട്ടുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു മനോഹര ഭവനം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ്. ഏകദേശം 3-4 കാറുകൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യുന്ന സ്പേസ് മുറ്റത്തിന് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ഗാർഡനിങ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഈ ഒരു സൈഡിലായിട്ട് കോർട്ട്യാർഡ് സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ചുറ്റുപാടും അത്യാവശ്യത്തിൽ കൂടുതൽ സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നത്. അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇന്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ലൈറ്റിംഗ് വർക്കുകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. സ്റ്റെയറിനടിയിലായി മനോഹരമായ രീതിയിൽ തന്നെ ഒരു TV ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ ഒരു വീടിന്റെ ഡൈനിങ് ഏരിയ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അവിടെയും നല്ല ഭംഗിയായിട്ട് തന്നെ ഇന്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെയറിനടിയിലായി വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു TV യൂണിറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ നല്ലൊരു കോർട്ട്യാർഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഈ ഒരു വീടിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഐലൻഡ് മോഡൽ കിച്ചൺ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളെല്ലാം നൽകി കബോർഡുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വളരെ വലുപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഒരു കബോർഡ് വർക്കുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. വലുപ്പമുള്ളൊരു ബാത്റൂമാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വാർഡ്രോബും നൽകിയിട്ടുണ്ട്.
കൂടാതെ ഒരു ബെഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ പാർട്ടീഷനായിട്ട് ഒരു ഗ്ലാസ് വർക്കും കൊടുത്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റെയർ കേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ലാൻഡിംഗ് ഏരിയയും വളരെ വിശാലമായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളിലേക്കാണ്. ഇവിടെയും നല്ലൊരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ നിന്നും ഒരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കും വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലും ഒരു കട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 4 ബെഡ്റൂമുകളും വളരെ വലുപ്പമുള്ളത് തന്നെയാണ്. വളരെ വലുപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസും ഈ വീടിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെറസിലേക്ക് പോകുന്ന സ്റ്റെയറും മറ്റും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നിന്ന് നോക്കിയാൽ താഴത്തെ ലിവിംഗ് ഏരിയ കാണാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഈ ഒരു വീടിന് ചോദിക്കുന്ന വില 1,85,00,000 രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഓൾ.